സ്മാർട്ട് ആൻഡ് സ്മൂത്ത് കണ്ടക്ഷൻ ഓഫ് ഇലക്ഷന് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസേഴ്സുമായിരിക്കും ഉള്ളത്. അതിലൊരാൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, രണ്ടാമത്തെയാൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ, മൂന്നാമത്തെയാൾ തേർഡ് പോളിംഗ് ഓഫീസർ. ഇതിൽ ഓരോ പോളിംഗ് ഒഫീഷ്യൽസിൻ്റെയും പോളിംഗ് ബൂത്തിലെ ഡ്യൂട്ടീസ് ഡ്യൂറിംഗ് ദ പോളിൽ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ മാർക്ക്ഡ് കോപ്പിയുടെ കസ്റ്റോഡിയനാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അടുത്തേക്കാണ് ഒരു വോട്ടർ അയാളുടെ തിരിച്ചറിയൽ രേഖയുമായി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള തിരിച്ചറിയൽ രേഖയുമായി ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുന്നിലേക്ക് വന്നാൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് നോക്കി, അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കി, വോട്ടർ പട്ടികയിലെ അദ്ദേഹത്തിൻ്റെ ക്രമ നമ്പർ, പേരും ഉറക്കെ വായിക്കണം. സ്വാഭാവികമായും ആ പോളിംഗ് ബൂത്തിൽ പോളിംഗ് ഓഫീഷ്യൽസിൻ്റെ പുറകിലിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഏജന്റന്മാർ അവരുടെ കൈവശമിരിക്കുന്ന വോട്ടർ പട്ടികയിൽ സീരിയൽ നമ്പർ നോക്കി ആ കക്ഷിയും കൂടെ നോക്കും. അവർ യാതൊരു ഒബ്ജക്ഷനും പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ വേരിഫിക്കേഷൻ പൂർത്തിയായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ ഡ്യൂട്ടി കൃത്യമായി ചെയ്യേണ്ടത്, അതായത് നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുന്ന വോട്ടറെ ശരിയായ വിധത്തിൽ തിരിച്ചറിയുകയും അത് പോളിംഗ് ഏജന്റന്മാർക്ക് കൂടി മനസ്സിലാകത്തക്ക വിധത്തിൽ ഉറക്കെ വായിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ഉള്ളത്. അതേസമയം ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് മറ്റൊരു കർത്തവ്യം കൂടിയുണ്ട്. ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാർക്ക്ഡ് കോപ്പി, ഇതേ മാതൃകയിലായിരിക്കും മാർക്ക്ഡ് കോപ്പി. ആ മാർക്ക്ഡ് കോപ്പിയിൽ അദ്ദേഹം വന്നത് ഒരു പുരുഷ വോട്ടറാണെങ്കിൽ അത് മാർക്ക് ചെയ്യേണ്ടത് ആ വോട്ടറുടെ റെക്റ്റാങ്കിൾ കോളത്തിൽ ഈ കാണുന്നത് പോലെ ഓഫ് ഡയഗണലായി മാർക്ക് ചെയ്യണം. അതൊരു സ്ത്രീ വോട്ടറാണെങ്കിൽ, ഒരു വിമൺ വോട്ടറാണെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഓഫ് ഡയഗണലായി മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം സീരിയൽ നമ്പറിൻ്റെ അവിടെ ഒരു റൗണ്ട് കൂടി മാർക്ക് ചെയ്യണം. ഒരു പുരുഷ വോട്ടറോ സ്ത്രീ വോട്ടറോ ആണെങ്കിൽ ഇങ്ങനെ ഒരു തേർഡ് ജെൻഡർ ആണ് വരുന്നതെങ്കിൽ മാർക്കിംഗ് ഓഫ് ഡയഗണലായി ചെയ്യണം. പക്ഷേ സീരിയൽ നമ്പറിൻ്റെ അവിടെ ഒരു സ്റ്റാർ മാർക്ക് കൂടി ചെയ്യണം. ഫലത്തിൽ നമ്മുടെ മാർക്ക്ഡ് കോപ്പിയിൽ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ എത്ര സ്ത്രീ വോട്ടർ ഉണ്ടാകും, എത്ര പുരുഷ വോട്ടർ ഉണ്ടാകും, എത്ര തേർഡ് ജെൻഡർ ഉണ്ടാകും എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. പോളിംഗ് തുടങ്ങി ഓരോ മണിക്കൂറിലും അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള പുരുഷ വോട്ടർ എത്ര, സ്ത്രീ വോട്ടർ എത്ര, തേർഡ് ജെൻഡർ എത്ര എന്ന് നമ്മുടെ പോൾ മാനേജർ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ തലേ ദിവസം തന്നെ ഒരു പേപ്പർ എടുത്ത് 1 2 3 4 എന്ന് സീരിയൽ നമ്പർ എഴുതുകയും ആ സീരിയൽ നമ്പർ ഒരു സ്ത്രീ വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സീരിയൽ നമ്പർ മാർക്ക് ചെയ്യണം, ടിക്ക് ചെയ്യണം. അടുത്ത സ്ത്രീ വോട്ടർ വരുമ്പോൾ രണ്ടാമത്തത് മാർക്ക് ചെയ്യണം, ടിക്ക് ചെയ്യണം. അപ്പോൾ 8 മണിക്ക് എത്ര സ്ത്രീ വോട്ടർ, മൊത്തം വോട്ടർ എത്ര നടന്നു എന്ന് നമുക്കറിയാം. അതിലെത്ര സ്ത്രീ വോട്ടർ വോട്ട് ചെയ്തു എന്നറിയാം. ബാക്കിയുള്ളത് പുരുഷ വോട്ടറും തേർഡ് ജെൻഡറുമായിരിക്കും. ഒരു പോളിംഗ് ബൂത്തിൽ തേർഡ് ജെൻഡർ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാൽ പോൾ മാനേജർ ആപ്പിൽ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക നമുക്ക് എളുപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അടുത്തിൽ നിന്ന് സെക്കൻഡ് പോളിംഗ് ഓഫീസർ അടുത്തേക്ക് വോട്ടർ ചെല്ലുമ്പോൾ
ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മായ്ക്കാനാകാത്ത മഷി അദ്ദേഹത്തിൻ്റെ വിരലിൽ പുരട്ടണം. അതേപോലെ തന്നെ രജിസ്റ്റർ ഓഫ് വോട്ട് 17A, ആ 17Aയിൽ ആ ഒരു കോളം, ആ ഒരു റോ കൃത്യമായി പൂരിപ്പിച്ച് ആ വോട്ടറെ കൊണ്ട് ഒപ്പോ വിരലടയാളമോ പതിപ്പിക്കണം. ഒപ്പിടാൻ കഴിയുന്നവർ ഒപ്പിടുകയും അല്ലാത്തവരെ കൊണ്ട് വിരലടയാളം പതിപ്പിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ കർത്തവ്യം, അദ്ദേഹം ഒരു വോട്ടർ സ്ലിപ്പ് എഴുതി വോട്ടറുടെ കയ്യിൽ കൊടുക്കണം. ഇപ്രാവശ്യം നമ്മുടെ വോട്ടർ സ്ലിപ്പ് ബുക്ക് ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ഡേയുടെ തലേ ദിവസം ആ ബുക്ക് ഫോർമാറ്റിലുള്ള വോട്ടർ സ്ലിപ്പ് സിംഗിൾ വോട്ടർ സ്ലിപ്പായി കട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ മറക്കുകയും ചെയ്യരുത്. സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി പുരട്ടണം. എവിടെയാണ് മഷി പുരട്ടേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ ഈ കാണുന്ന വിധത്തിൽ നഖത്തിലും അതിന് തൊട്ടു മുകളിലും മായ്ക്കാനാകാത്ത മഷി വരത്തക്ക വിധത്തിൽ മഷി പുരട്ടണം. ഇനി അതല്ല, അതൊരു നോർമൽ വോട്ടറുടെ കേസിലാണ്. നോർമൽ വോട്ടർ അല്ലാത്ത കേസുകൾ വരാം. ഏത് കേസ്? വോട്ടർ വോട്ട് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് കമ്പാനിയനെയും കൊണ്ടുവരാം. അങ്ങനെ കമ്പാനിയനെയും കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ മഷി പുരട്ടേണ്ടത് ഓൺ ദ റൈറ്റ് ഇൻഡെക്സ് ഫിംഗറിലായിരിക്കണം. അത് കമ്പാനിയൻ്റെ. അതേപോലെ തന്നെ ഒരു പ്രോക്സി വോട്ടർ വരാം. പ്രോക്സി വോട്ടറാണ് വരുന്നതെങ്കിൽ ആ പ്രോക്സി വോട്ടറുടെ ഇടത് കൈയുടെ മിഡിൽ ഫിംഗറിലായിരിക്കണം മായ്ക്കാനാകാത്ത മഷി പുരട്ടേണ്ടത്. മൂന്നാമത്തെ പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്ന കൺട്രോൾ യൂണിറ്റിൻ്റെ കസ്റ്റോഡിയൻ. അദ്ദേഹം രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ വോട്ടറുടെ കയ്യിൽ കൊടുത്ത വോട്ടർ സ്ലിപ്പ് വോട്ടറുടെ കയ്യിൽ നിന്ന് മേടിച്ച് ക്രമമായി അടുക്കി വെക്കണം. അത് ക്രമമായി വെച്ചതിന് ശേഷം ബാലറ്റ് യൂണിറ്റിൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് ആ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യണം. അതേസമയം മൂന്നാമത്തെ പോളിംഗ് ഓഫീസർക്ക് ഒരു പ്രധാന കർത്തവ്യം കൂടിയുണ്ട്. ആ വോട്ടറുടെ വിരലിലെ മഷി ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോളിംഗ് ബൂത്തിൽ വെച്ച് അദ്ദേഹം മായ്ച്ചു കളഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യണം. ഇത് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ, നമ്മൾ BU, CU, VVPAT എന്നിവ ആ ക്യാരിയിങ് കേസിൽ നിന്ന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം എടുക്കേണ്ടത്. അതേസമയം ആ BUവും VVPATും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കുമ്പോൾ ആ VVPAT എപ്പോഴും ബാലറ്റ് യൂണിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെക്കണം. കാരണം വോട്ടർക്ക് അത് കൃത്യമായി ആ സ്ലിപ്പ് കാണണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് അങ്ങനെ വെക്കേണ്ടത്. അതേപോലെ തന്നെ CU എന്ന് പറയുന്നത് ഇൻ ദ ടേബിൾ ഓഫ് പോളിംഗ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് CU, അതായത് കൺട്രോൾ യൂണിറ്റ് എപ്പോഴും തേർഡ് പോളിംഗ് ഓഫീസറുടെ കസ്റ്റഡിയിലായിരിക്കണം. തേർഡ് പോളിംഗ് ഓഫീസർ വളരെ ജാഗ്രത വേണം. ഒരു വോട്ടർ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വോട്ട് ചെയ്താൽ അവിടെ ബീപ്പ് ശബ്ദം ആ വോട്ട് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുമെന്നും അത് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. കാരണം ഒരു വോട്ടർ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു, ആക്ച്വലി അത് പ്രസ്സായില്ല, വോട്ടായി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയാൽ നമ്മുടെ 17A രജിസ്റ്ററിലെ വോട്ടർ അക്കൗണ്ടും വൈകുന്നേരത്ത് നമ്മൾ 17C തയ്യാറാക്കുമ്പോൾ ടാലി ആകാത്ത സാഹചര്യം സംജാതമാകും. ആ സാഹചര്യം സംജാതമാകാതിരിക്കാൻ തേർഡ് പോളിംഗ് ഓഫീസർ അത്രയും ഒരു ജാഗ്രത അവിടെ പുലർത്തണം. അതേപോലെ തന്നെ കേബിളുകൾ കണക്ട് ചെയ്യുമ്പോൾ BU VVPATുമായും കണക്ട് ചെയ്യണം. BU ബാലറ്റ് യൂണിറ്റ് VVPATുമായും VVPAT CUവുമായാണ് കേബിൾ കണക്ട് ചെയ്യേണ്ടത് എന്ന വസ്തുത കൃത്യമായി നമ്മൾ ഓർമ്മിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ VVPATിൻ്റെ പേപ്പർ റോളിംഗ് നോബ് ഈ പടത്തിൽ കാണുന്ന പുറകുവശത്തുള്ളത്, അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം.
അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് മോഡ് എപ്പോഴും ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കണം. അതായത് പോളിംഗ് ബൂത്തിൽ ഒറിജിനൽ പോൾ ആരംഭിക്കുമ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. വെർട്ടിക്കൽ അല്ലാത്ത സമയത്തെല്ലാം ഹൊറിസോണ്ടൽ കണ്ടീഷനിലല്ലെങ്കിൽ അതിനകത്തെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇക്കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടി ആണ്. നമ്മൾ ഉറപ്പായി ചെയ്തുകൂടാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഡോണ്ട് സ്വിച്ച് ഓൺ CU, അതായത് EVM മറ്റതുമായി കണക്ട് ചെയ്യുമ്പോൾ ആ CU കൺട്രോൾ യൂണിറ്റ് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കണക്ട് ചെയ്യരുത്. സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ മാത്രമായിരിക്കണം അത് കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജസ് വരാനുള്ള സാധ്യത വളരെയേറെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്യുമ്പോഴും ആ കണക്ഷൻ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴും അത് ഡിസ്കണക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ലാച്ചസ് എങ്ങനെയായിരിക്കണം? കണക്ട് ചെയ്യുമ്പോൾ വളരെ ഫ്രീ ആയി കണക്ട് ചെയ്യാം. പക്ഷെ അത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലാച്ചസ് പ്രസ് ചെയ്തിട്ട് വേണം അത് നമുക്ക് ഊരിയെടുക്കേണ്ടത്. അതേസമയം തന്നെ അത് കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴുമുള്ള കാര്യങ്ങൾ ഓർക്കണം. ഏറ്റവും പ്രധാനമായി VVPAT നോബ് വെർട്ടിക്കൽ പൊസിഷനിലാണ് എന്ന് ഉറപ്പുവരുത്തണം. അതായത് അല്ലാത്ത പക്ഷം ആ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യാൻ പ്രയാസമായി നേരിടും. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ബാലറ്റ് യൂണിറ്റിൻ്റെ സൈഡിൽ VVPAT വെക്കണമെന്ന് പറഞ്ഞു. ഇടത് സൈഡിൽ വെക്കണം. ഒരു കാരണവശാലും വലത് സൈഡിൽ അത് വെച്ചുകൂടാ. താങ്ക്സ് ഫോർ ഓൾ.